കാര്യമാണ്. ഒരു കാര്യം കൂടി അടിവരയിട്ട് ഞാൻ പറയട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്കറിയാലോ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് വർഷങ്ങളെ ആയിട്ടുണ്ട്. മുശാവറ മെമ്പറല്ല അദ്ദേഹം സമസ്തയുടെ സാരഥ്യത്തിൽ എവിടെ ഇരുന്നിട്ടില്ല. ആത്മീയ വേദിയിലാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മൾ കാണുന്നത്. അവിടുത്തെ ആമീൻ പറയാനാണ് നമ്മൾ തടിച്ചു കൂടിയത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്, ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ട മുന്നറിയിപ്പാണ്. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, സമസ്ത മുശാവറ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? എന്നോടും നിങ്ങളോടുമാണ് അത്തിപ്പറ്റ ഉസ്താദ് ചോദിച്ചത്. ആ തീരുമാനത്തിൽ നിനക്ക് സംശയമുണ്ടോ എങ്കിൽ നീ പേടിക്കണം, നിന്റെ ഈമാനിന് എന്തോ തകരാറുണ്ട് എന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ തീരുമാനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മഹാനായ സയ്യിദുൽ ഉലമ നയിക്കുന്ന ഈ മഹാപ്രവാഹത്തിന്റെ കൂടെ നമുക്ക് മംഗലാപുരത്തേക്ക്, അത് കഴിഞ്ഞ് കുണിയയിൽ നടക്കുന്ന മഹാസംഗമത്തിലേക്ക് നമുക്ക് ഒഴുകിപ്പോകാം. സമസ്ത ഈ ദീനിന് വേണ്ടി നിലകൊണ്ടതാണ്. സമസ്ത പറഞ്ഞത് ദീനാണ്. സമസ്ത ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ജന്മം നൽകിയ നേതാക്കളുടെ പേര് പറയാൻ പോലും ധൈര്യമില്ലാത്ത വിധം മൗദൂദികൾ മാളത്തിൽ ഒടിക്കുമ്പോ വഹാബി എന്ന പേര് പറയുന്നത് പോലും പേടിയോടുകൂടെ കേൾക്കുന്ന 8 കൂട്ടരായി പൊട്ടിപ്പിരിഞ്ഞു പോയ വഹാബി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ 1400 കൊല്ലത്തെ പഴക്കമുള്ള മലയാളി ഇസ്ലാമിന്റെ പാരമ്പര്യ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞങ്ങള് എന്ന അഭിമാനത്തോടെ പറയാൻ ഞങ്ങളുടെ നേതാവ് അന്നും ഇന്നും ഇതിന് സ്ഥാപകനായി അഭിമാനത്തോടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ശൈഖിന മഹാനായ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. ആ പേര് പറയുന്നത് അഭിമാനത്തോടെയാണ് എന്ന് ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുന്ന മലയാളക്കരയിലെ ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്ത്